ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 നവംബർ 10 മുതൽ 14 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി 2 ആഴ്ച നീണ്ട ലോസിന് ശേഷം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വിപണി, രാഷ്ട്രീയ വ്യക്തത, കുറഞ്ഞ ഇൻഫ്ലേഷൻ നിരക്ക്, ആഗോള വിപണിയിൽ നിന്ന് ലഭിച്ച പോസിറ്റീവ് സൂചനകൾ എന്നിവ നിക്ഷേപകരിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ എൻഡിയുടെ മികച്ച പ്രകടനം ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ചുള്ള ധാരണയും വിപണിക്ക് കരുത്തേക്കി. കൂടാതെ US ഇന്ത്യ വ്യാപാര കരാറിൽ മുന്നേറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും Q2 ഫലങ്ങളിലെ മികച്ച പ്രകടനവും വിപണിയെ ഉയർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. ആഴ്ച അവസാനത്തിൽ സെൻസസ് 1.63% ഉയർന്ന് 84,562 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 1.64% ഉയർന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിപണി വളരെയധികം ശക്തിയാക്കിയിട്ടുമുണ്ട്. ഈ ഒരാഴ്ച വിപണി എല്ലാ 5 ദിവസങ്ങളിലും ലാഭത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം എത്രമാത്രം ഉയർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച 3 ദിവസത്തെ ലോസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് സെൻസസ് 319 പോയിന്റ് ഉയർന്നു. തുടർന്നുള്ള ചൊവ്വ ബുധൻ ദിവസങ്ങളിലും ശക്തമായ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച മാത്രം സെൻസസ് 595 പോയിന്റ് ഉയർന്നത് നിക്ഷേപകരുടെ ശക്തമായ ബൈയിങ്ങിന്റെ തെളിവാണ്. 5 ദിവസങ്ങളിലും സെൻസസ് 1.61%, നിഫ്റ്റി 1.63% ഉയർന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റാലിയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഇന്ത്യൻ ഇറക്കുമതി ഉൽപ്പന്നങ്ങളിലെ താരിഫ് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയും വിപണിക്ക് കൂടുതൽ കരുത്തേക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിലേക്ക് നോക്കുമ്പോൾ ജപ്പാനിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കുറയുകയും ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇടിവ് തുടരുകയുമാണ് ചെയ്യുന്നത്. UK-യിലാകട്ടെ തൊഴിലില്ലായ്മ ഉയരുകയും വേതന വർധന കുറയുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ആഗോള സാഹചര്യങ്ങൾ എല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മുന്നേറ്റമാണ് കൊടുക്കുന്നത്. സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കൺസിസ്റ്റന്റ് ആയി നീങ്ങിയപ്പോൾ ഇന്ത്യയിൽ ഇത് ഏകദേശം 10 ഗ്രാമിന് 1,19,900 എന്ന നിരക്കിലാണ് വ്യാപാരം നടന്നത്. സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളെ തിരഞ്ഞെടുത്ത നിക്ഷേപകരുടെ പിന്തുണ ഇതിന് കാരണമായി മാറി. കറൻസി വിപണിയിൽ ഇന്ത്യൻ രൂപ 88.67 എന്ന നിലയിൽ ഡോളറിനെതിരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആഗോള ഡോളർ ശക്തിയും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലുമാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണം $5.6 ബില്യൺ കുറഞ്ഞുവെങ്കിലും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഇപ്പോഴും സ്ഥിരതയുള്ളതാണ്. ഏറ്റവും വലിയ അപ്ഡേറ്റ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 0.25% ആയി എത്തിയത് CPI ചരിത്രത്തിൽ അപേക്ഷിച്ച് ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ഭക്ഷ്യവിലകൾ 5.02% കുറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകി. GST കുറവ്, ഭക്ഷ്യവസ്തുക്കളുടെ വില കുറവ്, ബേസ് എഫക്ട് എന്നിവ ചേർന്നാണ് ഇത്രയും വലിയ താഴ്ച ഉണ്ടായത്. കൂടാതെ സർക്കാർ 45,000 കോടി രൂപയുടെ കയറ്റുമതി പ്രോത്സാഹന പാക്കേജും പ്രഖ്യാപിച്ചതും ടെക്സ്റ്റൈൽ, ജ്വല്ലറി, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, മെറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വളരെ നല്ലൊരു പിന്തുണ നൽകുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരാഴ്ച ആഗോള വിപണികൾ ജാഗ്രതയും അനിശ്ചിതത്വം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലെ ഇൻഡെക്സ് മിക്സ്ഡ് ക്ലോസിംഗ് ഉണ്ടായപ്പോൾ കമ്മോഡിറ്റീസിലും കറൻസിയിലും സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ്. സ്വർണം സ്ഥിരത കൈവരിക്കുകയും ക്രൂഡ് ഓയിൽ വില താഴേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ നിക്ഷേപകർ സുരക്ഷിത മാർഗങ്ങളിലേക്ക് മാറുന്നതിന്റെ അടയാളങ്ങളായിട്ടാണ് കാണുന്നത്. വരും ആഴ്ചകളിൽ ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഡേറ്റ, സെൻട്രൽ ബാങ്ക് നയങ്ങൾ, ജിയോപൊളിറ്റിക്കൽ നീക്കങ്ങൾ എന്നിവ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാവും. അതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിച്ച് ഡാറ്റ അധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.